അനുഗ്രഹം ലഭിച്ചയാളും താങ്കളാണ്. തന്റെ ബുദ്ധിയും നയതന്ത്രജ്ഞാനവും ധാർമ്മിക സമർത്ഥവും വഴിക്ക് രാമനും നമ്മുടെ രാജാവായ സുഗ്രീവനും തമ്മിലുള്ള മൈത്രീബന്ധം സ്ഥാപിച്ചതും താങ്കളാണ്. എന്നിട്ടും രാമകാര്യം നിർവഹിക്കുന്നതിനെ സംബന്ധിച്ചുള്ള വിഷമതകളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ താങ്കൾ മൗനം ദീക്ഷിക്കുകയാണോ? ഈ മൗനത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കുന്നു. അംഗദൻ ഹനുമാനെ പുകഴ്ത്തിക്കൊണ്ടു പിന്നെയും പറഞ്ഞു, താങ്കൾക്ക് വിജയകരമായി പരിഹരിക്കാനാവാത്ത യാതൊരു പ്രശ്നവുമില്ല. താങ്കൾ ശക്തനാണ്, മഹാബുദ്ധിശാലിയാണ്, സർവ്വസദ്ഗുണസമ്പന്നനുമാണ്. സ്വന്തം വൈദഗ്ധ്യങ്ങളും പ്രാപ്തികളും മഹിമകളും വിലയിരുത്തി വേഗമെഴുന്നേൽക്കൂ. അംഗദന്റെ വാക്കുകൾ ഹനുമാനെ ശക്തിപൂർണനാക്കി. പെട്ടെന്ന് ഒരു ഹസ്തചലനത്തോടുകൂടി അദ്ദേഹം എഴുന്നേറ്റു പറഞ്ഞു, വാനവരെ, എന്റെ പ്രത്യാഗമനവും പ്രതീക്ഷിച്ച് ഇവിടെത്തന്നെ ഇരിക്കൂ. ഇത്രയും ദിവസങ്ങൾ കുന്നുകളിലും താഴ്വരകളിലും കാടുകളിലും സമതലങ്ങളിലും അലഞ്ഞുതിരിഞ്ഞ നിങ്ങൾക്ക് വിശ്രമിക്കൂ. ഈ പ്രദേശത്തുനിന്നും ലഭ്യമാകുന്ന ഫലമൂലങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് ഇവിടെത്തന്നെ താമസിക്കൂ. ഇപ്പോഴെത്തന്നെ ഞാൻ സമുദ്രം ചാടിക്കടന്ന് ലങ്കയിൽ പ്രവേശിച്ച് സീതയെയും കണ്ടു മടങ്ങിവരാം. രാമന്റെ കൽപ്പനകൾ നടപ്പിൽ വരുത്തുന്നതിനേക്കാൾ മഹത്തരമായി മറ്റൊരു ജോലിയും എനിക്കില്ല. അവിടുത്തെ അനുഗ്രഹം നേടിയിട്ടില്ലാതെ മറ്റേതൊരു മാർഗ്ഗത്തിൽ നമുക്ക് ജീവിതം സഫലമാക്കാൻ കഴിയും. ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ട് കുപ്പിയ കൈയുയർത്തി അദ്ദേഹം മർക്കടക്കൂട്ടത്തിന് അഭിവാദ്യമർപ്പിച്ചു. യുവരാജാവായ അംഗദനിൽ നിന്നും അനുവാദം വാങ്ങി. രാമൻ ജയിക്കട്ടെ എന്ന് ആ വാനരമഹായോഗം ഏകസ്വരത്തിൽ ഘോഷിക്കുന്നുണ്ടായിരുന്നു. രാമന്റെ പ്രഭാവപൂർണമായ രൂപം മനസ്സിൽ ചിത്രീകരിച്ചുകൊണ്ട് ഹനുമാൻ ഒറ്റച്ചാട്ടത്തിൽ ആകാശത്തെത്തി കടലിന്റെ മേൽഭാഗത്തുകൂടി യാത്ര ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ ചാട്ടത്തിന്റെയും പറക്കലിന്റെയും ഫലമായുണ്ടായ അതിശക്തമായ വായുപ്രവാഹം താങ്ങാനാവാതെ കുന്നുകളിലെ വൃക്ഷങ്ങൾ കടപുഴകി കാറ്റിൽ പറന്നുപോയി. അദ്ദേഹം സ്ഥിതി ചെയ്ത കൊടുമുടി അധോലോകത്തിലേക്ക് താണുപോത്തക്കവണ്ണം അത്ര വമ്പിതമായിരുന്നു ആ ചാട്ടത്തിന്റെ ഊക്ക്. ആഞ്ജനേയൻ പറഞ്ഞുപോകുന്നത് കണ്ടുകൊണ്ട് സമുദ്രം മുഖരിതമായി. കടലിൽ ആഴ്ന്നുകിടന്നിരുന്ന മൈനാകപർവ്വതം ജലോപരി പൊങ്ങി നിന്നു. കാരണം സ്വാമിയുടെ സേവനത്തിലേർപ്പെട്ടിട്ടുള്ള ഹനുമാനെ സേവിക്കാൻ അവനും ആഗ്രഹിച്ചു. അവൻ പറഞ്ഞു, അല്ലയോ വായുധനയാ, ഒറ്റച്ചാട്ടത്തിനു മുഴുവൻ ദൂരവും സഞ്ചരിക്കുന്നത് താങ്കൾക്ക് ശ്രമകരമായിരിക്കും. സദയം എന്റെ ശിരസിൽ അല്പസമയം വിശ്രമിക്കൂ. അങ്ങനെ അങ്ങ് ചെയ്യുന്ന സത്കൃത്യത്തിൽ പങ്കാളിയാകാനുള്ള ഭാഗ്യം എനിക്കും നൽകൂ. ഹനുമാൻ മൈനാകത്തെ സ്പർശിച്ചു. അതിവേഗം മുന്നോട്ടുപോയി. ഔദാര്യശാലിയായ മൈനാകത്തെ അദ്ദേഹം നന്ദിപൂർവ്വം വണങ്ങി. മൈനാകമേ, ഞാൻ രാമകാര്യാർത്ഥം പോകുകയാണ്. അത് നിറവേറ്റുന്നതുവരെ എനിക്ക് വിശ്രമത്തിന്റെയോ ഭക്ഷണപാനീയങ്ങളുടെയോ ചിന്ത പോലും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് വഴിയിൽ വിശ്രമിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ക്രമവിരുദ്ധമാണ്, അദ്ദേഹം പറഞ്ഞു. അല്പനേരം മുമ്പിൽ സുരസ എന്നു പേരുള്ള ഒരു സർപ്പരാക്ഷസിയും സിംഹിക എന്ന രാക്ഷസിയും അദ്ദേഹത്തിന്റെ ഗതി തടഞ്ഞു. പക്ഷേ അവരെയെല്ലാം ജയിച്ച് മാരുതി ലങ്കാതീരത്തെത്തി. അവിടെ സൂര്യപ്രകാശത്തിൽ സുന്ദരങ്ങളായ അനേകം ആരാമങ്ങളും ക്രീഡാവനങ്ങളും വിനോദകേന്ദ്രങ്ങളും വായുധനയൻ കണ്ടു. അവയിൽ ശ്രദ്ധയൂന്നിയ ഹനുമാൻ താനിരിക്കുന്ന സ്ഥലം ഏതാണെന്ന് മറന്നിരുന്നു. ക്രീഡാവനങ്ങളിൽ അങ്ങോട്ടുമിങ്ങോട്ടും ചിറകടിച്ചു കൂട്ടം കൂട്ടമായി പറന്നുകൊണ്ടിരുന്ന പല വർണ്ണങ്ങളിലുമുള്ള പക്ഷികളുടെ വൈവിധ്യം കണ്ട് അദ്ദേഹം അമ്പരന്നുപോയി. ഹനുമാൻ അടുത്തുണ്ടായിരുന്ന മനോഹരമായൊരു മൺകുന്നിന്മേൽ കയർന്നിന്നിങ്ങനെ ആലോചിച്ചു. ഈ വിജയം എന്റെ സാമർഥ്യം കൊണ്ടോ ശക്തി കൊണ്ടോ ഉണ്ടായതല്ല. ഇത് പരിപൂർണമായ രാമന്റെ മാത്രം കരുണ കൊണ്ടും അനുഗ്രഹം കൊണ്ടും സിദ്ധിച്ചതാണ്. അതുല്യവും ഗംഭീരവുമായ മന്ദിരങ്ങൾ, വീതിയും നീളവുമുള്ള തെരുവീഥികൾ, ആകർഷകങ്ങളായ ഉദ്യാനങ്ങൾ മുതലായവ കണ്ട് ഹനുമാൻ ഏറ്റവും ആശ്ചര്യപ്പെടുകയും സംശയിക്കുകയും ചെയ്തു. ഇത് സ്വർഗ്ഗത്തിന്റെ നേർപകർപ്പാണോ എന്നുപോലും മാരുതി സംശയിച്ചു. എവിടെയൊക്കെ ദൃഷ്ടി പതിപ്പിച്ചാലും അവിടങ്ങളിലെല്ലാം സൈനിക രീതിയിൽ രോഞ്ചു ചുറ്റുന്ന രാക്ഷസന്മാരെ കണ്ടു. ഇഷ്ടപ്പെട്ട ഏത് രൂപം സ്വീകരിക്കാനും കഴിവുള്ളവരുമെന്ന് പേരുകേട്ട രാക്ഷസസ്ത്രീകൾ അനിയന്ത്രിതമായ രീതിയിൽ കാമാസക്തമായ വിനോദങ്ങളിൽ ഏർപ്പെട്ടിരുന്നതായും ഹനുമാൻ കണ്ടു. രാവണൻ പിടിച്ചുകൊണ്ടുവന്ന് തടവിലാക്കിയ ദേവ, നാഗ, ഗന്ധർവ, മനുഷ്യസ്ത്രീകൾ രക്ഷപ്പെടുന്നത് ദിനവും കാത്ത് അന്തഃപുരങ്ങളിൽ ദുഃഖിക്കുകയും വിലപിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. വീഥികളിൽ നിറഞ്ഞുനിന്ന ആൾക്കൂട്ടത്തിനിടയിൽ കൂടി തന്റെ തനിരൂപത്തിൽ സഞ്ചരിക്കുന്നത് വിവേകമായിരിക്കില്ലെന്ന് ഹനുമാന് തോന്നി. അതുകൊണ്ട് മാരുതി അതിസൂക്ഷ്മവും അദൃശ്യവുമായ രൂപം കൈക്കൊണ്ട് നഗരത്തിലേക്ക് പ്രവേശിച്ചു. ആര് എന്തിനു വന്നാലും അതിപ്രവേശം തടയുന്നതിനായി നിയുക്തയായ ലങ്കാലക്ഷ്മി എന്ന ഒരു രാക്ഷസി പ്രവേശനദ്വാരത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഹനുമാന്റെ അസാധാരണമായ രൂപം ഉള്ളിലേക്ക് കടക്കുന്നത് കണ്ട അവൾ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ തടഞ്ഞു നിർത്തി. ആരാണ്? എവിടുന്നു വരുന്നു? എന്തിനു വന്നു? ഈ പ്രദേശത്ത് ഇങ്ങനെയാരും സൃഷ്ടിയെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ലങ്കയുടെ അതിർത്തിക്കപ്പുറത്തുനിന്നും നിങ്ങൾ വരാൻ വഴിയില്ല. കാരണം ലങ്ക സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുകയാണല്ലോ. ഹാവു, ഏതെങ്കിലും മാർഗ്ഗത്തിൽ നിങ്ങൾ കടൽ കടന്നു വന്നതാണോ?
എന്റെ കണ്ണു തെറ്റിച്ച് നഗരത്തിൽ കടക്കാൻ നിനക്കെങ്ങനെ കഴിയും? നിൽക്കവിടെ. ഹനുമാൻ അതൊന്നും ശ്രദ്ധിച്ചതേയില്ല. അദ്ദേഹം തന്റെ വാലും വലിച്ചുകൊണ്ട് അവളുടെ ഭീഷണികൾ കേട്ടില്ലാത്ത മട്ടിൽ മുന്നോട്ടു നീങ്ങി. ലങ്കിനി കൂടുതൽ ക്രോധാവേശവും ഉഗ്രയുമായിത്തീർന്നു. അവൾ സരോഷം അലറി, ഹേ, ദുർവിധിയിലുള്ള വിഡ്ഢി! എന്റെ വാക്കുകളൊന്നും നിന്റെ ചെവിയിൽ വീണില്ലേ? ഹനുമാൻ അവളുടെ പ്രതിഷേധങ്ങളും ചോദ്യങ്ങളും തട്ടിമാറ്റി പ്രവേശന കവാടത്തിനടുത്തേക്ക് നടന്നു. ലങ്കിനി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, വൃത്തികെട്ട മൃഗമേ, എന്റെ കൽപ്പനകൾക്കെതിരായി പോകുന്നവരെ ഞാൻ ഭക്ഷിക്കും. നിമിഷങ്ങൾക്കുള്ളിൽ നിന്റെ എല്ല് ഞാൻ ചവയ്ക്കുന്നുണ്ട്. കരുതിക്കോ. ആ കൊച്ചുകുരങ്ങനെ പിടിക്കാൻ അവൾ മുന്നോട്ടോടി. ലങ്ക് നഗരത്തിൽ പ്രവേശിക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ ഹനുമാൻ രൂപം വളരെ കുശമാക്കിയിരുന്നു. അവൾ ആഞ്ജനേയന്റെ നേരെ മുന്നിലെത്തി. ഉടൻ തന്റെ ചെറിയ മുഷ്ടിയൊന്നു മുറുക്കി ഹനുമാൻ ശക്തിയായി അവളെ അടിച്ചു. അടിയേറ്റവൾ ബോധം കെട്ടു നിലത്തു വീണു. വായിൽ നിന്നും രക്തം ധാരധാരയായി ഒഴുകി. അല്പസമയത്തിനു ശേഷം അവൾക്ക് ബോധം തിരിച്ചുകിട്ടി. വീണ്ടും ഹനുമാനെ പിടിക്കാൻ സാഹസികമായി മുന്നോട്ടു കുതിച്ചു. ഹനുമാൻ രണ്ടാമതും ഒരടിയടിച്ചു. അതു താങ്ങാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവൾ നിലംപതിച്ചു. വീണ്ടും എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. വളരെ കഷ്ടപ്പെട്ട് അവൾ എഴുന്നേറ്റിരുന്ന് കൈകൂപ്പിക്കൊണ്ടു പറഞ്ഞു, ഹേ, അത്ഭുതരൂപ! വളരെക്കാലം മുമ്പ് ത്രിമൂർത്തികളിൽ ആദ്യനായ ബ്രഹ്മാവ് രാവണന് അനേകം വരങ്ങൾ നൽകി. അതിനുശേഷം പെട്ടെന്ന് രാവണനെ നോക്കി ബ്രഹ്മദേവൻ പറഞ്ഞു, നിന്റെ നഗരപ്രവേശന കവാടത്തിലെ കാവൽക്കാരിക്ക് ഒരു മർക്കടന്റെ കയ്യിൽ നിന്നും മൃത്യുഹേതുമായൊരു പ്രഹരം ഏൽക്കേണ്ടിവരുന്ന ദിവസം നിന്റെ അധപ്പതനം ആരംഭിക്കുമെന്ന് മനസ്സിലാക്കുക. നിന്റെ ശക്തികളൊന്നും അപ്പോൾ സഹായകമാവുകയില്ല. ആ സംഭവത്തിൽ നിന്നും നിന്റെ മരണം അടുത്തെന്ന് കരുതിക്കൊള്ളുക. ആ വാനരൻ ഈശ്വരകാര്യാർത്ഥം ഈശ്വരാജ്ഞ അനുസരിച്ചാണ് ലങ്കയിൽ പ്രവേശിക്കുക. അവന്റെ ആഗമനം രാക്ഷസന്മാരുടെ നാശത്തിന്റെ മുന്നറിയിപ്പായിരിക്കും. ഇതും മനസ്സിലിരിക്കട്ടെ. അന്ന് നാം ഭഗവാൻ സൂചിപ്പിച്ച ദൂതൻ താങ്കളാണ്. താങ്കളുടെ പവിത്രമായ കരം കൊണ്ടുള്ള സ്പർശത്താൽ എന്റെ ശരീരം പരിശുദ്ധമാക്കപ്പെട്ടത് എത്ര ഭാഗ്യമാണ്. ഹാ, എത്ര മൃദുവും പുളകോദ്ഗമകാരിയുമായിരുന്നു അങ്ങെനിക്ക് നൽകിയ പ്രഹരം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ അടിയേറ്റ ഭാഗം തലോടി. ഇതിനിടയിൽ അവളുടെ വാക്കുകൾ ശ്രദ്ധിക്കാതെയും പ്രശംസ കൊണ്ട് ഭാവഭേദം വരാതെയും കുറ്റാരോപണത്തിൽ താൽപ്പര്യമില്ലാതെയും ഓരോ ശ്വാസത്തിലും രാമ രാമ എന്ന് ജപിച്ചുകൊണ്ട് ഹനുമാൻ ലങ്കയിൽ കടന്നു. എങ്കിലും ഒരു ചിന്ത അദ്ദേഹത്തെ പീഡിപ്പിച്ചിരുന്നു. സീതാദേവി എവിടെയാണെന്ന സൂചന ആര് തരും? സീതയെ എങ്ങനെ തിരിച്ചറിയും? മറ്റാരും കാണാതിരിക്കാൻ ഹനുമാൻ സൂക്ഷ്മമായ രൂപം കൈക്കൊണ്ടു. പിന്നെ മരത്തിൽ നിന്നും മരത്തിലേക്ക് ചാടിക്കൊണ്ട് സഞ്ചരിച്ചു. അദ്ദേഹം അജ്ഞാതനായി. അങ്ങാടികളിലും കൂട്ടം കൂട്ടമായി പോയിക്കൊണ്ടിരുന്ന രാക്ഷസന്മാർക്കിടയിലും അലഞ്ഞുതിരിഞ്ഞു. പെട്ടെന്ന് ഹരിയുടെ ക്ഷേത്രമാണിതെന്ന് തോന്നിയ ഒരിടപ്പിന്മേൽ അദ്ദേഹത്തിന്റെ ദൃഷ്ടി പതിച്ചു. അതിനു ചുറ്റും തുളസീതോട്ടമുണ്ടായിരുന്നു. പ്രവേശനകവാടത്തിന്റെ മേൽപ്പടിയിന്മേൽ ഹരിയെന്ന് ഭംഗിയായി കൊത്തിവച്ചിരുന്നു. നിസ്സംശയം അതൊരു വിഷ്ണുക്ഷേത്രമായിരുന്നു. ഹനുമാൻ അത്ഭുതപ്പെട്ടു. ഈ വാതിലിന്മേൽ എങ്ങനെ ഹരിയുടെ നാമ വന്നു? സംശയമില്ല, ഇതൊരു പുണ്യസ്ഥലമാണ്. അദ്ദേഹം അനുമാനിച്ചു. ഹനുമാന്റെ ജിജ്ഞാസ ഉണർത്തപ്പെട്ടു. അദ്ദേഹം ആ എടുപ്പിന്റെ മേൽപ്പുരയിൽ ചാടിയെത്തി. ഉള്ളിലെന്താണെന്നറിയാൻ ജാലകത്തിൽ കൂടി എത്തിനോക്കി. ആ സമയത്ത് ഒരാൾ കിടക്കയിൽ നിന്നും എഴുന്നേൽക്കുന്നതിനു മുമ്പായി കൈകാലുകൾ നീട്ടിനിവർത്തുന്നതായി കണ്ടു. അദ്ദേഹം ഹരിനാമം ഉച്ചരിക്കുന്നുണ്ടായിരുന്നു. തിരുനാമം ചെവിയിൽ പതിച്ചപ്പോൾ ഹനുമാൻ ഏറ്റവും സന്തുഷ്ടനായി. ലങ്കത്തിൽ ഹരിനാമം ജപിക്കുന്നവരുണ്ടെന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ധൈര്യമായി. ഭയം കുറഞ്ഞു. ഈ വീട്ടിലെ ഗൃഹസ്ഥൻ ഭക്തനും നല്ലവനുമാണെന്ന് തോന്നുന്നു. ഒരുപക്ഷേ സീതാദേവിയുടെ വിവരങ്ങൾ അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞേക്കും. ഞങ്ങളിരുവരും ഈശ്വരന്റെ ഒരേ നാമരൂപങ്ങളുടെ ഭക്തന്മാരായതുകൊണ്ട് അനുഭാവം കാണിക്കാനും സഹായം ചെയ്യാനും ഇടയുണ്ട്. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഹനുമാൻ ഒരു ബ്രാഹ്മണ പുരോഹിതന്റെ രൂപത്തിൽ ആ മന്ദിരത്തിലേക്ക് കടന്നുചെന്നു. അപരിചിതനെ കണ്ട് ആദ്യം സംശയമുണ്ടായെങ്കിലും ഗൃഹനാഥനായ വിഭീഷണൻ ആഗതനാരായാലും ബ്രാഹ്മണനായതുകൊണ്ട് തീർച്ചയായും ആദരണീയനാണെന്ന് തീരുമാനിച്ചു. അതിനാൽ അദ്ദേഹം മുന്നോട്ടുവന്ന് ഹനുമാന്റെ മുമ്പാകെ ദണ്ഡനമസ്കാരം ചെയ്തു. ഗുരോ, അങ്ങയുടെ ജന്മദേശം ഏതാണ്? എവിടെ നിന്ന് വരുന്നു? തെരുവീഥികളിലെ രാക്ഷസന്മാരുടെ ദൃഷ്ടിയിൽ നിന്നും ഭീഷണികളിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ എങ്ങനെ കഴിഞ്ഞു? വിഭീഷണൻ ചോദിച്ചു. രാക്ഷസന്മാരുണ്ടാക്കുന്ന കൊടും ഭീതികളെപ്പറ്റി അദ്ദേഹം അതിന് മിക്ക വിസ്തരിച്ച് പറഞ്ഞുകൊടുത്തു. ഹനുമാന്റെ ധൈര്യത്തെയും നിർഭീകരതയെയും പുകഴ്ത്തി. ഹനുമാൻ എന്നാണ് എന്റെ പേര്. രാമദേവന്റെ ദൂതൻ. രാമന്റെ സദ്ഗുണങ്ങളെയും വിശേഷങ്ങളെയും സംബന്ധിച്ച് സവിസ്തരമായി സംസാരിച്ചു. താൻ രാമനെപ്പറ്റി വിവരിച്ചുകൊണ്ടിരുന്നപ്പോൾ വിഭീഷണന്റെ കവിൾത്തടത്തിൽ കൂടി കണ്ണുനീർ ഒഴുകുന്നത് ഹനുമാൻ കണ്ടു. അഹോ, എന്തൊരു സുദിനം! എത്ര വമ്പിച്ചതാണെന്റെ ഭാഗ്യം!
കിടക്കയിൽ നിന്നും എഴുന്നേറ്റ ഉടനെ ശാന്തിയും ആനന്ദവും വിതറുന്ന പ്രഭാവപൂർണമായ വാക്കുകളാണല്ലോ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത്. വിഭീഷണൻ സ്വയം ചിന്തിച്ചു. ഈ സംഭവങ്ങളെല്ലാം രാമന്റെ കരുണയായിട്ടാണ് ഹനുമാൻ ഗണിച്ചത്. ഭയത്തിന്റെ നാടായ ലങ്കയിൽ ഹരിയിൽ പ്രേമമുള്ള ഇത്തരമൊരാളെങ്കിലും ഉണ്ടായതെങ്ങനെ എന്നോർത്ത് അദ്ദേഹം അത്ഭുതസ്തബ്ധനായി. അദ്ദേഹം ഗൃഹസ്ഥനോട് ചോദിച്ചു, പ്രഭോ, ഈ ദൂഷിതമായ അന്തരീക്ഷത്തിൽ അങ്ങുമാത്രം ഭയം കൂടാതെ ജീവിക്കുന്നത് എങ്ങനെയതാണ്? വിഭീഷണൻ മറുപടി നൽകി, അതു ഈശ്വരകാരുണ്യം കൊണ്ടാണ് സാധിക്കുന്നത്. കാരണം എത്ര കാലം വരെ നാം ജീവിക്കണമെന്ന് ഭഗവാൻ തീരുമാനിക്കുന്നുവോ അത്രയും കാലം നാം ജീവിക്കതന്നെ വേണം. അതിൽ നിന്നും രക്ഷപ്പെടാനാവില്ല. വസ്തുനിഷ്ഠമായ ലോകത്തിന്റെ നാഥൻ അദ്ദേഹമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നിയമം ആർക്കും മറികടക്കുകയോ മാറ്റുകയോ ചെയ്യാൻ സാധ്യമല്ല. അറ്റംകൂർത്ത പല്ല് ചുറ്റുമുള്ള വായ്ക്കുള്ളിൽ നാവു നിരന്തരം ഇളകിക്കൊണ്ടിരിക്കുന്നില്ലേ? കടിപ്പറ്റാതെ അത് രക്ഷപ്പെടുന്നതിന് ആരു സഹായിക്കുന്നു? അപ്രകാരം തന്നെയാണ് ഞാനിവിടെ ജീവിക്കുന്നത്. എന്നെപ്പറ്റി ഇത്രയും മതി. താങ്കൾ ഇവിടെ അയക്കപ്പെട്ടത് എന്തു ജോലിക്കാണ്? വിഭീഷണൻ നല്ല മനുഷ്യനാണെന്നും അത്തരം ആളുകളുമായുള്ള ബന്ധം നിസ്സംശയമായും സദ്ഫലങ്ങളെ ഉണ്ടാക്കുമെന്നും ഹനുമാൻ മനസ്സിലാക്കി. വിഭീഷണന്റെ ചോദ്യങ്ങൾക്കുത്തരം പറയുന്നതിനു മുമ്പായി രാമ എന്ന് അനേകം വട്ടം അദ്ദേഹം കൃതജ്ഞതാപൂർവം തുടർച്ചയായി സ്മരിച്ചു. ഈശ്വരഭക്തനും ശുദ്ധഹൃദയനുമായ വിഭീഷണനോട് തന്റെ ലക്ഷ്യം വെളിപ്പെടുത്താനുള്ള അനുമതിക്കുവേണ്ടി പ്രാർത്ഥിച്ചു. വിഭീഷണനിൽ നിന്ന് കാര്യങ്ങൾ മറച്ചുപിടിക്കുന്നത് ശരിയല്ലെന്ന് ആഞ്ജനേയൻ തോന്നി. അദ്ദേഹം ചോദിച്ചു, അങ്ങയുടെ പേരെന്താണ്? ഈ ലങ്കയിൽ അങ്ങെന്തു ചെയ്യുന്നു? ഹനുമാന്റെ വിനയവും സത്സ്വഭാവവും വിഭീഷണന്റെ ഹൃദയത്തെ സ്പർശിച്ചു. അദ്ദേഹം പറഞ്ഞു, മിത്രമേ, ഞാനൊരു ഭാഗ്യഹീനനാണ്. രാവണന്റെ സഹോദരൻ. പേര് വിഭീഷണൻ. ഞാനൊരു സങ്കടകമായ ദുർഘടാവസ്ഥയിലാണ്. കാരണം എനിക്ക് സംതൃപ്തിയാകുമ്പോളം ഹരിനാമം ഉച്ചരിക്കാൻ സാധിക്കുന്നില്ല. ഇത് കേട്ടപ്പോൾ ഹനുമാൻ തനിക്ക് കിട്ടേണ്ട മറുപടി കിട്ടിയെന്നു തോന്നി. അദ്ദേഹം ആനന്ദത്താൽ ഒരു ചാട്ടം ചാടി. എന്നിട്ട് പറഞ്ഞു, ഞാൻ രാമദൂതനാണ്. സീതാമാതാവിനെ അന്വേഷിച്ചു വന്നതാണ്. ഉത്തരക്ഷണത്തിൽ വിഭീഷണൻ ഹനുമാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ചോദിച്ചു, അങ്ങനെയോ? എന്റെ രാമൻ ഇപ്പോൾ എവിടെയാണുള്ളത്? വളരെക്കാലമായി അദ്ദേഹത്തെ കാണാൻ ഞാൻ കൊതിച്ചിരിക്കുന്നത്. എന്നാൽ അതിനുള്ള ഗുണോത്കർഷം എനിക്കില്ലാതെയാണിരിക്കുന്നത്. എന്റെ വർഗം രാക്ഷസവർഗമാണ്. അദ്ദേഹത്തിന്റെ ദർശനം ലഭിക്കാൻ എനിക്ക് അവസരമുണ്ടാവുമോ? ഞാനിതുവരെ സാധനയൊന്നും ചെയ്തിട്ടില്ല. തപസ്സും തത്സംബന്ധമായ കർമ്മങ്ങളും ചെയ്യാൻ എനിക്കിവിടെ സ്വാതന്ത്ര്യമില്ല. ആ സദ്ഭാഗ്യം നേടാനുള്ള അർഹത ഞാൻ നേടിയിട്ടില്ല. ഞാൻ രാമനാൽ അനുഗ്രഹിക്കപ്പെടുമോ? അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന കേട്ട് ഹനുമാന്റെ ഹൃദയം സഹാനുഭൂതി കൊണ്ടുരുകി. ഹനുമാൻ വിഭീഷണനെ വളരെയേറെ ആശ്വസിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, വിഭീഷണ, രാമൻ ഒരുവന്റെ ഹൃദയമേ പരിഗണിക്കും. കൂടടും ബമഹിമയോ മതപരമായ ബന്ധങ്ങളോ അല്ലെങ്കിൽ സാധനയുടെ നേട്ടങ്ങളോ രാമദേവനെ ബാധിക്കുകയില്ല. വികാരങ്ങളും അവയുടെ സംശുദ്ധിയുമാണ് അവിടുത്തെ ഏറ്റവും സന്തുഷ്ടനാക്കുന്നത്. അങ്ങയുടെ ആദർശങ്ങളുടെ ഔന്നത്യവും ദൈനംദിന ജീവിതത്തിന്റെ പരിശുദ്ധിയും കാരണം രാമൻ അനുഗ്രഹിക്കും. ദുഃഖിക്കാതിരിക്കൂ. എന്തിന്? അവിടുത്തെ കരുണാർദ്രതയും അനുഗ്രഹത്തെയും സംബന്ധിച്ച് അങ്ങേക്കെന്നെ തന്നെ ഏറ്റവും നല്ല തെളിവായി സ്വീകരിക്കാം. ഞാനൊരു വാനരൻ. എന്റെ വർഗത്തിന്റെ സ്വഭാവം തന്നെ തനിഷ്ടം എന്നതാണ്. കുസൃതി നിറഞ്ഞതും ലീലാലോലഭവും സങ്കുചിതവുമായ മനസ്സിനെ മർക്കടൻ എന്നല്ലേ വിളിക്കുന്നത്? അതൊരു പഴഞ്ചൊല്ലായി തീർന്നിരിക്കുന്നു. ഞാൻ ശാസ്ത്രങ്ങളിലൊന്നും നിപുണനല്ല. തപശ്ചര്യയെ സംബന്ധിച്ചാണെങ്കിൽ അതെന്താണെന്ന് പോലും എനിക്കറിയില്ല. ഈശ്വരനാമങ്ങൾ നിയമങ്ങൾക്കനുസരിച്ച് ഞാൻ ജപിച്ചിട്ടില്ല. പുണ്യനദികളിലേക്ക് ഞാൻ തീർത്ഥാടനം ചെയ്തിട്ടുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് രാമൻ എന്നെ അനുഗ്രഹിച്ചത്? ശുദ്ധപ്രേമവും ജനങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന വികാരങ്ങളും മാത്രമേ അദ്ദേഹം ശ്രദ്ധിക്കുകയുള്ളൂ. അങ്ങയുടെ കാര്യത്തിലും രാമൻ വികാരങ്ങളുടെ ശുദ്ധി മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ. വിശ്വസിക്കൂ, സംശയിക്കേണ്ട. ഈ വാക്കുകൾ കേട്ട് വിഭീഷണന് ആശ്വാസമായി. സീതയെ എങ്ങനെയാണ് ലങ്കയിൽ കൊണ്ടുവന്നതെന്നുള്ള വസ്തുതകൾ അദ്ദേഹം ഹനുമാനെ ധരിപ്പിച്ചു. സീതയെ കണ്ടതുവരെ ഭക്ഷണപാനീയങ്ങളൊന്നും കഴിക്കുന്നതല്ലെന്ന തീരുമാനമെടുത്തതിരുന്നതുകൊണ്ട് വിഭീഷണഗൃഹത്തിൽ നിന്നും ഹനുമാനൊന്നും കഴിച്ചില്ല. താമസവീന അന്വേഷണം തുടരാൻ അദ്ദേഹം ഉത്സുകനായി. പക്ഷേ വളരെ സാവധാനമായും കരുതലോടുകൂടിയും വേണം അന്വേഷണം എന്ന് വിഭീഷണൻ ഉപദേശിച്ചു. ലങ്ക വിടുന്നതിനു മുമ്പായി രാവണന്റെ സാമ്രാജ്യത്തിന്റെ പ്രബലതയും ദുർബലതയും സ്വന്തമായി മനസ്സിലാക്കിയിരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം ഹനുമാനെ കുറേയൊക്കെ ധരിപ്പിക്കുകയുണ്ടായി. സീത ലങ്കയിലുണ്ടെന്നറിഞ്ഞതിലുണ്ടായ സന്തോഷത്തിന്റെ ആധിക്യത്തിൽ ദേവി ഏതു സ്ഥലത്താണുള്ളതെന്ന് ചോദിക്കാൻ വിഭീഷണൻ വിട്ടുപോയി. സീത അവിടെങ്കിലുണ്ടോയെന്നു അറിയാൻ അദ്ദേഹം പല പല ഗൃഹങ്ങളിലും കടന്നുചെന്നു നോക്കി.
സുഖോപഭോഗങ്ങളിൽ മുഴുകി കുടിയും നൃത്തവും കൊണ്ട് ലഹരിക്കേറി പ്രമദകളുടെ കൂട്ടങ്ങൾ ശയനീയങ്ങളിൽ വീണുകിടക്കുന്നതായി കണ്ടു. രാമൻ തനിക്ക് വിവരിച്ചു തന്ന സീതയുടെ ലക്ഷണങ്ങളും വൈശിഷ്ട്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് ഹനുമാൻ ആ വീടുകളിലെ ഓരോ സ്ത്രീയെയും നിരീക്ഷിച്ചുവെങ്കിലും സീതയെ കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ നിരാശപ്പെടാൻ തുടങ്ങിയ ഹനുമാൻ ഒരു കുന്നിന്റെ ശിഖരത്തിൽ ചാടിയെത്തി ദീർഘനേരം ഇക്കാര്യം പര്യാലോചിച്ചു. സീതയെ കണ്ട് ആശ്വസിപ്പിക്കാതെയും എന്റെ ജോലി നിറവേറ്റാതെയും ഞാനെങ്ങനെയാണ് രാമന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകുക? എന്റെ ജീവിതം പാഴാകുമല്ലോ. ഹനുമാൻ സ്വയം പറഞ്ഞു. ദൂരെ പച്ചപിടിച്ച മനോഹരമായൊരുദ്യാനം ശോഭിക്കുന്നതായി ഹനുമാൻ കണ്ടു. കുന്നിൽ നിന്നും ഇറങ്ങിയപ്പോൾ ആ ആരാമം ഉത്തുംഗഹർമ്മ്യങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു താഴ്വാരത്തിന്റെ മധ്യത്തിലാണെന്ന് സ്ഥിതി ചെയ്യുന്നതെന്നും മനസ്സിലായി. അതുകൊണ്ട് നിലത്തുനിന്നും അത് കാണാൻ കഴിഞ്ഞില്ല. ഇതിനതൊരു ഉത്തരമെന്നോണം ആഞ്ജനേയൻ വിഭീഷണഗൃഹത്തിലേക്ക് ഓടിച്ചെന്നു. അവിടെ രാമനാമോച്ചാരണത്തിൽ നിമഗ്നനായിരുന്നു വിഭീഷണൻ. ഹനുമാനെ കണ്ടപ്പോൾ വിഭീഷണൻ എഴുന്നേറ്റ് സന്തോഷത്തോടെ ഹനുമാന്റെ അടുത്തെത്തിച്ചെന്നു ചോദിച്ചു, ഹനുമാൻ, സീതയെ കണ്ടോ? ഹനുമാൻ തന്റെ നിരാശ വെളിപ്പെടുത്തി. പക്ഷേ വിഭീഷണൻ ആശ്വാസമുള്ള വിവരങ്ങൾ അദ്ദേഹത്തിന് നൽകി. ഹനുമാൻ, ഈ നഗരത്തിൽ അശോകവനം എന്നൊരു ഉദ്യാനമുണ്ട്. അവിടെ നിഷ്ഠൂരകളും ബലിഷ്ഠകളുമായ രാക്ഷസിമാരുടെ മധ്യത്തിലാണ് സീതയെ പാർപ്പിച്ചിരിക്കുന്നത്. എന്റെ ഭാര്യയും മകളും ദേവിയെ സേവിച്ചുകൊണ്ട് അടുത്തുണ്ടുണ്ട്. ആ ആരാമത്തിലേക്കെത്തിച്ചേരാനുള്ള വഴിയും വിഭീഷണൻ പറഞ്ഞുകൊടുത്തു. ഹനുമാൻ പിന്നെ അവിടെ ഒട്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. അല്പനിമിഷത്തിനുള്ളിൽ മാരുതി ആരാമത്തിലെത്തി. ഹനുമാന്റെ രൂപം അസാധാരണമായിരുന്നതുകൊണ്ട് അദ്ദേഹത്തെ കണ്ടവരെല്ലാം ശബ്ദമുണ്ടാക്കാനും എതിർക്കാനും ശ്രമിച്ചു. തന്റെ രൂപം തന്നെ ശ്രദ്ധേയനാക്കുന്നതായി ഹനുമാൻ മനസ്സിലാക്കി. അദ്ദേഹം ഹ്രസ്വമായ രൂപം കൈക്കൊണ്ട് ശാഖയിൽ നിന്നും ശാഖയിലേക്ക് ചാടി ഇലക്കൂട്ടങ്ങളുടെ പിന്നിലൊളിച്ചുകൊണ്ട് അശോകവനത്തിലെത്തി. അവിടെ ഒരു മരച്ചുവട്ടിൽ ഭക്ഷണവും ഉറക്കവുമില്ലാതെ ക്ഷീണിതയായി ദുർബലയായി ഒരു സ്ത്രീ ഇരിക്കുന്നു. അവരുടെ ചുറ്റും കാവലിരുന്ന ഭീകരൂപികളായ രാക്ഷസിമാർ ദേവിയുടെ മനസ്സുമാറ്റാനും ദൃഢനിശ്ചയം ഭഞ്ജിക്കാനും അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ മുമ്പിൽ പെരുമ്പറയടിച്ചും കാഹളമൊഴിച്ചുകൊണ്ടുള്ള ഒരു ഘോഷയാത്ര ആ സ്ഥലത്തെത്തി. വാദ്യക്കാരുടെ പിന്നിൽ രത്നാഭരണ വിഭൂഷിതഗാത്രനും വിശിഷ്ടവസ്ത്രാലങ്കൃതനുമായൊരു രാജകീയ പുരുഷനെ ഹനുമാൻ കണ്ടു. ശതക്കണക്കിന് കന്യകമാർ താലങ്ങളിൽ രത്നങ്ങളും മധുരവും സുരഭിലവുമായ സമ്മാനവസ്തുക്കളും സ്നിഗ്ധമായ പട്ടുവസ്ത്രങ്ങളും വഹിച്ചുകൊണ്ട് അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു. ഇലകളുടെ ശ്യാമളഛായയിൽ ഒളിച്ചുകൊണ്ട് ഹനുമാൻ ഈ രംഗം ദർശിച്ചു. അത് രാവണനാണെന്ന് വ്യക്തമാണ്. കാരണം അദ്ദേഹം സീതയുടെ മുമ്പിൽ നിന്നും പ്രേമാർത്ഥന തുടങ്ങി. കഠിനശിക്ഷ നൽകുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം അതിൽ നിന്നും ഒരു വാഗ്ദത്തം നേടാൻ ശ്രമിച്ചു. തന്റെ കിങ്കിരികളോട് സീതയിൽ പെരുകും വേദനയുണ്ടാക്കാൻ ആവശ്യപ്പെട്ടു. ഈ ശകാരവർഷം മുഴുവൻ കേട്ടിട്ടും ദുർബലമായ ക്ഷണികമായ സീതാദേവി ഒരിക്കലെങ്കിലും രാവണന്റെ നേരെ കണ്ണുയർത്തി നോക്കിയില്ല. സീത ഇത്രമാത്രം പറഞ്ഞു, വിഡ്ഢി, നീചനായ ദുരാത്മാവേ, രാമനു മാത്രമാണ് എന്റെ മേലുള്ള അവകാശം. രാമനൊഴിച്ചു മറ്റാർക്കും ഒരധികാരവുമില്ല. അദ്ദേഹവുമായുള്ള വിരഹത്തിന്റെ അഗ്നിജ്വാലകളിൽ ഞാൻ ഈ ശരീരം ചാമ്പലാക്കും. ഞാൻ എന്റെ തീരുമാനത്തിൽ നിന്നും ഒരിക്കലും വ്യതിചലിക്കുകയില്ല. ഇത് വിശ്വസിക്കൂ, കരുതിയിരുന്നോളൂ. ഈ ശക്തിയുക്തമായ വാക്കുകൾ കേട്ട് അത് സീതയല്ലാതെ മറ്റുമല്ലെന്ന് ഹനുമാൻ മനസ്സിലാക്കി. നിരാശയുടെ ദംശനമേറ്റു പിടഞ്ഞും പരിഭവം കൊണ്ടുള്ള ക്രോധത്താലും രാവണൻ കൂടുതൽ കഠിനമായി സംസാരിച്ചു. വേണ്ടപോലെ ആലോചിച്ച് സമ്മതിക്കുന്നതിനായി അദ്ദേഹം അവർക്ക് 1 മാസത്തെ അവധി നൽകി. പിന്നീട് ആ ഘോഷയാത്രയും താലം വഹിച്ച കന്യകമാരും അദ്ദേഹം ഒന്നിച്ച് ആരാമത്തിൽ നിന്നും ബഹിർഗമിച്ചു. അവരെല്ലാം പോയതിനുശേഷം സീത ആകാശത്തിലേക്ക് തലയുയർത്തി ദീർഘശ്വാസം വിട്ടു. രാമ, അവിടുത്തെ ഹൃദയത്തിൽ കരുണാർദ്രത ഇനിയുമെത്തിയില്ലേ? അവിടുന്ന് എന്തിനാണെന്നെ ഈ ദണ്ഡനത്തിന് വിധിച്ചിട്ടുള്ളത്? ഇതിൽ നിന്നും എപ്പോഴാണ് ഞാൻ വിമുക്തയാവുക? ഇതു പറഞ്ഞ് ദേവി പൊട്ടിക്കരഞ്ഞു. സീതയുടെ കാവൽക്കാരികളിൽ ഒരുവളായിരുന്നു ത്രിജട എന്ന രാക്ഷസി. അവൾ രാമന്റെ പാദകമലങ്ങളോട് അഗാധഭക്തിയുള്ളവൾ. ലൗകികജ്ഞാനവും ആധ്യാത്മികമായ അനുഭവവുമുണ്ടായിരുന്ന അവൾ നല്ല ഈശ്വരഭക്തയായിരുന്നു. സീതയ്ക്ക് കാവലിരിക്കുന്ന തന്റെ കൂട്ടുകാരികളോട് അവൾ പറഞ്ഞു, സഖികളെ, ഇന്നലെ രാത്രി എനിക്കൊരു സ്വപ്നമുണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ നിങ്ങളോട് വിവരിക്കാം. നാം ആദ്യമായി സീതയെ സേവിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത് അവരുടെ കാരുണ്യം സമ്പാദിക്കുക. കാരണം എന്റെ സ്വപ്നത്തിൽ കൂടി വെളിപ്പെട്ട സന്ദേശം കേൾക്കുവിൻ. ഒരു മർക്കടൻ ലങ്കയിൽ കടന്നുവന്നു. രാക്ഷസന്മാരെ കൊന്ന് ലങ്കയ്ക്കു തീവച്ചു. രാവണൻ പരിപൂർണ നഗ്നനായിരുന്നു. എല്ലാ മൃഗങ്ങളുടെയും കൂട്ടത്തിൽ ഒരു കഴുതയുടെ പുറത്തുകയറി അദ്ദേഹം തെക്കോട്ടുക്ക് നീങ്ങുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ശിരസ് മുണ്ഡനം ചെയ്തിരുന്നതായും ഭുജങ്ങൾ ശരീരത്തിൽ നിന്നും വേർപെട്ടതായും ഞാൻ കണ്ടു. വിഭീഷണൻ ലങ്കയുടെ ചക്രവർത്തിയായി അഭിഷിക്തനായി. രാജ്യം അങ്ങോളമിങ്ങോളം രാമനാമത്താൽ മുഖരിതമായിരുന്നു.
അനന്തരം രാമൻ സീതയെ കൂട്ടിക്കൊണ്ടുവരാൻ ആളെ അയച്ചു. രാക്ഷസഗോത്രത്തിലെ സഹോദരിമാരെ, മനസ്സിലാക്കൂ, ഞാൻ സ്വപ്നം കാണാറില്ല. ഞാനിതുവരെ സ്വപ്നം കണ്ടിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ സ്വപ്നം കണ്ടാൽ അത് തീർച്ചയായും സത്യമായി വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ വെളിപാടിൽ രാക്ഷസ സ്ത്രീകൾ അമ്പരന്നുപോയി. ത്രിജടയുടെ പെരുമാറ്റം കണ്ട് സീത അവളെ അഭിസംബോധന ചെയ്തു. ത്രിജടെ, എന്റെ ചുറ്റുമുള്ള സ്ത്രീകളുടെ കൂട്ടത്തിൽ ഒരാളായിരിക്കാൻ നിന്നെ രാമൻ തന്നെ അയച്ചതായിരിക്കണം. സത്യമായിട്ടും നിന്നെപ്പോലെയുള്ള അല്പം ചില സ്ത്രീകൾ ഈ ലങ്കയിലുള്ളതുകൊണ്ടാണ് എന്നെപ്പോലെ ഭാഗ്യകെട്ട സ്ത്രീകൾക്ക് ഞങ്ങളുടെ ചാരിത്രവും ഗുണോത്കർഷവും നിലനിർത്താൻ കഴിയുന്നത്. അല്ലാതിരുന്നെങ്കിൽ എന്നെപ്പോലെയുള്ള സ്ത്രീകളുടെ വിധിയെന്താകുമായിരുന്നു? രാവണൻ ഇപ്പോൾ പ്രകാശിപ്പിച്ച ആശയങ്ങൾ നീ കേട്ടുകാണുമല്ലോ. അദ്ദേഹം 1 മാസത്തെ അവധി അനുവദിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും രാമൻ വന്നില്ലെങ്കിൽ എന്നെ അല്ലെങ്കിൽ ഈ ശരീരം കഷ്ണം കഷ്ണമാക്കും. അവ കഴുകന്മാരും കാക്കകളും കൊത്തിവലിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. രാമന്റെ പത്നിയായ എനിക്ക് എന്റെ ശരീരത്തിന് ആ ദാരുണമായ വിധി വരുന്നത് ഒരിക്കലും സഹിക്കാൻ സാധിക്കുകയില്ല. കഴിയുന്ന വേഗം ഈ ദേഹം ഉപേക്ഷിക്കാനുള്ള എന്തെങ്കിലും ഉപായം പറഞ്ഞുതരൂ. അടുത്ത മരക്കൊമ്പിൽ നിന്നും ഹനുമാൻ ഈ വാക്കുകൾ കേട്ടു. സീത ഇത്രയും നിരാശയോടെ കൂടി സംസാരിച്ചു കേട്ടപ്പോൾ ഹനുമാൻ ദുഃഖാധീനനായി. സീതയുടെ വാക്കുകൾ കേട്ടപ്പോൾ ത്രിജട അവരുടെ പാദങ്ങളിൽ നമസ്കരിച്ച് അവർക്ക് ഉറപ്പുകൊടുത്തു. മാതാവേ, നിരാശപ്പെടരുത്. രാമൻ സാധാരണക്കാരനല്ല. അവിടുത്തെ ശക്തിയും പരാക്രമവും അതുല്യമാണ്. അതെന്നും അങ്ങനെയായിരിക്കുകയും ചെയ്യും. രാമൻ വന്ന് ദേവിയെ തീർച്ചയായും രക്ഷിക്കും. അവിടുന്ന് വളരെ വേഗം വരും. അങ്ങയുടെ പാണി ഗ്രഹിക്കുകയും ചെയ്യും. ധൈര്യം കൈവെടിയരുത്. അവൾ സീതയെ പ്രേമപുരസരമായ വാക്കുകളെക്കൊണ്ട് സമാശ്വസിപ്പിച്ച ശേഷം വീട്ടിലേക്ക് പോയി. മറ്റ് രാക്ഷസ സ്ത്രീകളും കുറച്ചു കഴിഞ്ഞപ്പോൾ പോയി. ഈ അവസരത്തിനുവേണ്ടി കാത്തിരുന്ന ഹനുമാൻ താനിരുന്ന ശാഖയിൽ നിന്ന് താഴേലേക്ക് ചാടി. രാമനേൽപ്പിച്ച മോതിരം സീതയുടെ നേരെ മുന്നിലിട്ടുകൊടുത്തു. ഏറ്റവും ശുദ്ധമായ രശ്മിയുള്ള ഒരു ജ്വാല പോലെ അത് വെട്ടിത്തിളങ്ങി താഴെ പതിച്ചു. എന്നിട്ട് അദ്ദേഹം രാമ രാമ എന്ന് ഹർഷോന്മാദത്തിൽ ഉച്ചരിച്ചുകൊണ്ടിരുന്നു. സീതയുടെ ദൃഷ്ടികൾ മോതിരത്തിൽ പതിച്ചു. അവർ അത്ഭുതപ്പെട്ടു. ഇത് സത്യമാണോ? ഞാൻ സ്വപ്നം കാണുകയാണോ? അത് യാഥാർത്ഥ്യമാവാൻ കഴിയുമോ? എന്റെ പ്രാണനാഥന്റെ കനകവർണ്ണമുള്ള കൈവിരലിൽ അണിഞ്ഞിരുന്ന ഈ മോതിരം എങ്ങനെ ലങ്കയിൽ കാണാൻ കഴിയും? ഇത് രാക്ഷസജാലമോ? അല്ല. കേവലം മതിഭ്രമമോ? ഇല്ല. അതെന്റെ നാഥന്റേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും എന്റെ കൈയിലെടുക്കാൻ ഞാനിനിയൊട്ടും സംശയിക്കേണ്ടതില്ല. അതെടുക്കുന്നതിൽ നിന്നും ഒഴിഞ്ഞു നിന്നാൽ അതൊരു പാപമായിരിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് സീത അതെടുത്ത് ആദരപൂർവ്വം കണ്ണിന് മേൽവെച്ചു. അവരുടെ നേത്രങ്ങളിൽ നിന്നും കൃതജ്ഞതാബാഷ്പമൊഴുകി. രാമ, അവിടുത്തെ ദർശനം ഈ മോതിരം വഴി എനിക്ക് നൽകുകയാണോ? അവർ ശിരസ്സുയർത്തി നോക്കി. അവിടെ ആ വൃക്ഷശാഖിമേൽ ഒരു കൊച്ചുമർക്കടൻ അഗാധമായ ഭക്തിയോടുകൂടി രാമ രാമ എന്ന് ജപിച്ചുകൊണ്ടിരിക്കുന്നത് അവർ കണ്ടു. ത്രിജട വിവരിച്ച പ്രകാരം അവളുടെ സ്വപ്നത്തിലുണ്ടായ സംഭവങ്ങൾ അവർ പെട്ടെന്ന് ഓർത്തു. ഹാ, ആ സുദിനങ്ങൾ അതിവേഗം അടുത്തുവരുന്നു. ദീർഘമായ ഈ 10 മാസത്തിനിടയിൽ ലങ്കയിൽ ആരും രാമനാമം ജപിച്ചതായി ഞാൻ കേട്ടിട്ടില്ല. ഇന്ന് ഒരു മർക്കടൻ ആ പുണ്യനാമം ഉച്ചരിക്കുന്നത് കേൾക്കാൻ എനിക്ക് കഴിയുന്നു. ആത്മനാഥന്റെ മോതിരം എനിക്ക് കിട്ടി. അവർ അമിതമായി ആഹ്ലാദിച്ചു. തന്റെ ആനന്ദപൂർണമായ ഭാവം ഒതുക്കാൻ ദേവിക്ക് കഴിഞ്ഞില്ല. ഇത്രയും ദീർഘമായ കാലത്തോളം ഒരു അപരിചിതനോട് സംസാരിച്ചിട്ടില്ലാത്ത സീത ആ മർക്കടരൂപത്തെ നോക്കി ഇങ്ങനെ അഭിസംബോധന ചെയ്തു. അല്ലയോ വാനരാ, നീ ആരാണ്? ഈ മോതിരം എവിടെനിന്ന് കിട്ടി? സീതയ്ക്ക് വാനരനിൽ പൂർണ്ണവിശ്വാസം അർപ്പിക്കാൻ കഴിഞ്ഞില്ല. കാരണം രൂപമാറ്റങ്ങളുടെ സൂത്രവേലകൊണ്ട് രാക്ഷസന്മാർ ഇതിനു മുമ്പ് പലപ്പോഴും സീതയെ വഞ്ചിച്ചിരുന്നു. വാനരന്റെ വിശ്വാസ്യത.